വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻട്രിയും എക്സിറ്റൊക്കെ എടുക്കാൻ പറ്റും. ഞാനൊരു ഓപ്ഷൻ ബയറാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 26 മെയ് 2025 രാവിലെ 7:12 ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കുള്ള നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. സോ ഇത് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ഇട്ട വീഡിയോയുടെ ലെവൽസാണിത്. സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 205 നമ്മൾ പോയിൻ്റ് ഓഫ് കൺട്രോൾ. അതെങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ ആൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുക. വീഡിയോ പറ്റാത്ത ദിവസം ടെലഗ്രാമിൽ ഇതിൻ്റെ ലെവൽസ് മാത്രം നമ്മൾ ഇടും. നിഫ്റ്റി ഫ്യൂച്ചർ മാത്രമേ ഇടാറുള്ളൂ. നിങ്ങളെ വേറെ ഒരു ഇമോഷണലായിട്ട് നമ്മളിവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ മാതൃഭാഷ മലയാളം ആയതുകൊണ്ടാണ് ഞാൻ മലയാളത്തിലുള്ള ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും തമിഴും കന്നഡയൊക്കെ തെലുങ്കും ഒക്കെ അറിയാം. അതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ കിട്ടും. നിറച്ച ആൾക്കാരത് യൂസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് എന്തെങ്കിലും ട്രേഡിങ്ങിൽ കൂടെ എന്തെങ്കിലും ട്രേഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് യൂസ് ആകട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിവിടെ ഇടുന്നത്. പക്ഷേ ആരും കമൻറ്റ് പോലും ചെയ്യാറില്ല, ഒരു ലൈക്ക് പോലും ആരും ചെയ്യാറില്ല. സോ ഇത് കുറച്ചുകൂടെ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് മലയാളത്തിൽ ഇടുന്നത്. പക്ഷേ അത് നമുക്ക് റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ലാംഗ്വേജിലോട്ട് മാറും. അത്രേ ഉള്ളൂ. അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടും താനും. ഓക്കെ, ഇത് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ഇട്ട വീഡിയോ ആണ്. 24,801 എന്ന് പറഞ്ഞ ലെവലിൽ എത്ര അക്യുറസി ആയിട്ടാണ് അതിനെ നമ്മൾ മുകളിൽ പോയി ബ്രേക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും മുകളിലോട്ടുള്ള ഒരു യാത്ര നിഫ്റ്റി ഫ്യൂച്ചർ ചെയ്യുന്നതുണ്ട്. ഇത്രയ്ക്കും അക്യുറസി നിങ്ങൾക്ക് വേറെ ഒരു ചാനലിലും എവിടെയും കിട്ടില്ല. ഞാൻ വേണമെങ്കിൽ എഴുതി തരാം, ആരും പറയത്തില്ല. ഇതുണ്ടോ 24,900 എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ, എത്ര ഇമ്പോർട്ടൻസ്. അതായത് നിഫ്റ്റി നിഫ്റ്റിയിലോ ട്രേഡ് ചെയ്യുന്ന ഇന്ത്യയിൽ ഒട്ടുമുക്ക ജനങ്ങളും ആരൊക്കെയാണോ ട്രേഡിങ്ങിൽ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത് ആ ലെവലിന് എത്ര ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ. ഏകദേശം 12 മണിക്ക് ശേഷം നമ്മുടെ ആ ലെവലിനെ ക്രോസ് ചെയ്യാൻ, ലെവലിൻ്റെ അവിടെ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ലെവലിൻ്റെ അവിടെ സെക്കൻഡ് ഹാഫ് ഫുള്ളായിട്ട് ഒരു സൈഡ് വേസ് ആയിട്ട് ആ ലെവലിലോട്ട് പോയി. അത്രയ്ക്കും ഇമ്പോർട്ടൻസിലാണ് ഈ ലെവൽ. വെറും ഒരു ലൈന് വരച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ലെവൽസ് നിങ്ങൾ റെഗുലറായിട്ട് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എത്ര അക്യുറസി ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് വെള്ളിയാഴ്ച ഉള്ള വീഡിയോയുടെയാണ്. നമുക്ക് ഇന്നത്തെ ലെവൽ നോക്കാം. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഇന്നത്തെ ലെവലാണ്. ഇന്നൊരു ബാലൻസ് മോഡിൽ പോകാനും ചാൻസസ് ഉണ്ട്. 25,000 കടന്നു കഴിഞ്ഞാൽ 25,101, 25,155 എന്ന് പറഞ്ഞ ലെവൽ. കാരണം ഇതിനകത്ത് നിറച്ച് കടമ്പകൾ നിഫ്റ്റി ഫ്യൂച്ചർ കിടക്കേണ്ടതുണ്ട് പോകാനായിട്ട്. അതായത് ഈ ദിവസത്തെ ഹൈ അല്ലേ, അത് ഇമ്പോർട്ടൻസ് ആണ്. ഈ ദിവസത്തെ ഹൈ തൊട്ട് അടുത്ത് ഈ ദിവസത്തെ ഹൈ, അതായത് 21 മെയ്ൻ്റെ ഹൈ കിടപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇതുണ്ടോ, ഈ ദിവസത്തെ എൻ്റെ ഹൈ ഇവിടെ കിടപ്പുണ്ട്, 20-ാം തീയതിത്തെ ഹൈ. അതിൻ്റെ വീണ്ടും തൊട്ടടുത്ത ദിവസം ഹൈ 19-ാം തീയതിൻ്റെ ഹൈ, വീണ്ടും ഒരു ഹൈ കിടപ്പുണ്ട്, ഈ ഒരു ഹൈ. സോ 15, 16, 19, 3, 4, 5, പിന്നെ വെള്ളിയാഴ്ചത്തെ ഹൈ, 6 ഹൈ വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാൽ അവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. ഇത്രയും ഹൈൻ്റെ അവിടെ നിന്നാണ് വന്ന് നിൽക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചർ അല്ലേ. അതായത് ഈ ഹൈയിൽ അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും നിഫ്റ്റി ഫ്യൂച്ചർ കണ്ടോ, ഈ ഹൈയിലെ കണ്ടോ 15-ാം തീയതി മെയ്യുടെ ഹൈൻ്റെ അവിടെ നിന്ന് പിന്നെ ആ ഹൈ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഹൈൻ്റെ അടുത്ത് വരും, വീണ്ടും താഴോട്ട് പോകും, ഹൈൻ്റെ അടുത്ത് വരും, വീണ്ടും താഴോട്ട് പോകും. സോ ഇങ്ങനെ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഇന്നലെ വെള്ളിയാഴ്ച നടന്നിരിക്കുന്നത് അതിൻ്റെ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പോയിൻ്റ് ഓഫ് കൺട്രോൾ 201 ശ്രദ്ധിച്ച് നോക്കുക. സ്പോട്ടും ഫ്യൂച്ചറും ഒരേപോലെയാണോ ഗ്യാപ്പപ്പ് ആകുന്നത്? ഗ്യാപ്പപ്പ് ആയാൽ അവിടെ ഗ്യാപ്പപ്പ് ആയതിനു ശേഷം അവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്രീമിയത്തിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്? അതേപോലെ ഒരു 200 to 300 ഔട്ട് ഓഫ് ദ മണി അവിടെ എങ്ങനെയാണ് ആ പ്രീമിയം ചേഞ്ച് വരുന്നത്, അത് എവിടെയാണ് നിൽക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തിട്ട് ഓപ്ഷൻ ബയറിന് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പോൾ അതിനായിട്ട് വാച്ച് ചെയ്ത് ക്ഷമാശീലതയോടെ നോക്കി ഒരു ട്രേഡ് എടുക്കുക. ഒറ്റ ട്രേഡിൽ നിങ്ങളുടെ പ്രോഫിറ്റോ ലോസോ തീരുമാനമാക്കുക. ഓക്കെ, ടാറ്റ ബൈ ബൈ പറയുക. അതിന് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. സോ ഇന്നും 205 തന്നെയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ മാറിയിട്ടില്ല. പിന്നെ അതേപോലെ
കാൾ സൈഡിലുള്ള ചെയിൻ, ഓപ്ഷൻ ചെയിനിൽ കാൾ സൈഡിലുള്ള ചെയിന് നല്ല പവറുണ്ട്. കാൾ സൈഡിലുള്ള ചെയിനിന് കുറച്ച് പവർ കൂടുതലായിട്ടാണ് കാണുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡിംഗ് പഠിക്കാൻ പറ്റും. ലൈഫ് ടൈമിൽ ഈ ട്രേഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. സോ കണ്ടതിൽ നന്ദി, നമസ്കാരം. വീണ്ടും വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.